അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരാളുടെ മുന്നിൽ യാചിക്കുന്നതിനെ തൊട്ട്, മറ്റൊരാളെ കൊണ്ട് ഐശ്വര്യമാകുന്നതിനെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ. നിന്നിലേക്ക് മാത്രമായി കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ എനിക്ക് നൽകണേ അല്ലാ. അല്ലാഹു അല്ലാത്ത മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടി യാചിച്ച് 1,000 താണേ 10,000 തരുമോ, 50,000 തരുമോ, ഒരു വർഷത്തേക്ക്, 6 മാസത്തേക്ക്, 4 മാസത്തേക്ക്, 1 മാസത്തേക്ക് എന്ന് പറഞ്ഞ് ആരുടെ മുന്നിൽ യാചിച്ചുകൊണ്ട് കൈ നീട്ടുന്നതിനെ തൊട്ട് എന്നെ നീ ഐശ്വര്യവാനാക്കണേ അല്ലാ. എന്തുകൊണ്ട് പണം കുറയുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, സമ്പത്ത് കുറയൽ മനുഷ്യന് വല്ലാത്ത വെറുപ്പാണ്. എന്നാൽ മനുഷ്യൻ അറിയാതെ പോകരുത്, വഖില്ലത്തുൽ മാൽ അഖല്ലു ലിൽ ഹിസാബ്. സമ്പത്ത് കുറയൽ ഹിസാബ് കുറയാൻ കാരണമാകും. ഹിസാബ് വലിയതായി കുറയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് ലോകത്തിന്റെ നായകൻ പഠിപ്പിച്ചു തരുകയാണ്, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ ഖബ്ലൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം. മുസ്ലിമീങ്ങളാകുന്ന പാവപ്പെട്ടതാകുന്ന ജനവിഭാഗങ്ങൾ സ്വർഗത്തിൽ കടന്ന് 1/2 ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷമേ പണക്കാരാകുന്ന ആളുകൾ അവരുടെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി പഠിച്ചു വെക്കുന്ന പാഠമാണ്. പഠിച്ചു വെക്കണ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അള്ളാന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാതെ, മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കാതെ, ദീനീ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാതെ, പാവപ്പെട്ട വിധവകൾ കത്താണിയാകാതെ, പാവപ്പെട്ടതാകുന്ന യതീം മക്കളുടെ തലയിൽ തൊരാതെ, അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ സാമ്പത്തികമായത് നൽകാതെ പിടിച്ചു വെക്കുന്നവരെ, സമ്പത്ത് കൊണ്ട് എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ, സമ്പത്തിന് വേണ്ടി തേടുന്നവരെ, സമ്പത്ത് എനിക്ക് ഒരുപാട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരെ, നാട്ടിലുള്ള വലിയ സമ്പന്നതയുടെ അടിത്തട്ടിൽ വിരാജിക്കുന്നവരെ കണ്ടിട്ട് എനിക്കും അതുപോലെ ആകണമെന്ന് ചിന്തിക്കുന്നവരെ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. പണമുള്ള ആളുകൾക്ക് വലിയ ഹിസാബാണ്, ഹിസാബാണ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ അൽ ജന്ന ഖബ്ലൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം. പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അവരുടെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തി 1/2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പണക്കാരാകുന്ന ആളുകളുടെ വിചാരണ നടക്കുകയുള്ളൂ. അവരത് കഴിഞ്ഞിട്ടേ അവർ ഹിസാബ് പറഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് സ്വർഗത്തിൽ കടക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി ആദരവായ പ്രവാചകനെ പറയുകയാണ്, സ്വഹാബാ, നിസാരമല്ല കാര്യം, നിസാരമല്ല. ഈമാനും പോയി, ദീനുമില്ല, ഇസ്ലാമും ഇല്ല, പേരിൽ മാത്രം മുഅ്മിൻ, ആധാർ കാർഡിൽ മുഅ്മിൻ, റേഷൻ കാർഡിൽ മുഅ്മിൻ, പാൻ കാർഡിൽ മുഅ്മിൻ, അല്ലാഹുവിന്റെ മുന്നിൽ ഒരു ഈമാനില്ല, ഒന്നുമില്ല, ഖുർആനുമില്ല, നിസ്കാരവുമില്ല. അതുകൊണ്ട് പേരിൽ മാത്രം മുഅ്മിനാവുകയല്ല, ദീൻ കൊണ്ട് നമുക്ക് തെളിയണം. നമ്മുടെ വിശ്വാസം നമുക്ക് അതാ മുൻഗാമികൾക്കുണ്ടായിരുന്നത്. ആദരണീയരാകുന്ന മഹത്തുക്കളെ, പണ്ഡിതന്മാരെ എല്ലാ സദസ്സുകളിലും നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതമായിരുന്നു, പേരല്ല പ്രസക്തം. അവരുടെ ജീവിതം സമൂഹത്തിലെ ആളുകൾ കാണുക. അത്തിപ്പറ്റ ഉസ്താദ് വഫാത്തായിട്ട് അധികം നാളായില്ലല്ലോ. എന്തുകൊണ്ടാണ് അവരെ എപ്പോഴും മഹത്വവൽക്കരിക്കുന്നത്? അവരുടെ പേര് കേൾക്കുമ്പോൾ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് എന്നോ അതല്ലെങ്കിൽ അതിന് തത്തുല്യമാകുന്ന ശ്രേഷ്ഠമാകുന്ന പദവി ഉയർത്തുന്ന വചനങ്ങൾ കൊണ്ട് നമ്മുടെ നാവ് ഉരുവിടുന്നത് എന്തുകൊണ്ടാണ് സഹോദരങ്ങൾ? എന്തുകൊണ്ടാണ്? ജീവിതം ഈ ജനങ്ങൾ കണ്ടു മനസ്സിലാക്കി അവരുടെ ജീവിതം നമ്മൾ അയവിറക്കി. നേരത്തെ ഇവിടെ ബഹുനിരാകുന്ന നെല്ലായി ഉസ്താദ് അവിടുത്തെ ഉസ്താദിനെയും അവിടുത്തെ വലിയ ഉസ്താദിനെയും ഒക്കെ നേരത്തെ ഇവിടെ ഉണർത്തി പറഞ്ഞു. എന്തുകൊണ്ട്? അവരുടെ ജീവിതം കണ്ടു മനസ്സിലാക്കി. അവരെ പറയാതെ ഒരു മജ്‌ലിസിൽ പോകുക എന്ന് പറയുന്നത് അദബുകേടാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. മനസ്സിലാക്കണേ. കാരണം ജീവിതം കാണുകയാണ്, നേരെ കാണുകയാണ് ശിഷ്യന്മാര്, അവരുടെ ശിഷ്യന്മാര് അങ്ങനെ തലമുറയായിട്ട് ഇത് കണ്ടു. ഇതൊരു പരമ്പരയാണ്. തങ്ങളിലേക്ക് നിൽക്കുന്ന മുത്തസിലായ സനദാണ്. അള്ളാഹു അവരുടെയൊക്കെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 2 കാര്യങ്ങൾ ആദം സന്തതികൾ വെറുക്കുമേ,
ആദരവായ പ്രവാചകന് പറയുകയാണ്, ഒന്നാമത്തത് അൽ മൗത്ത്. ആദം സന്തതികൾ വെറുക്കുന്നതായ ഒന്നാമത്തെ കാര്യം അത് മരണമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്നാൽ വൽ മൗതു ഖൈറുൻ മിനൽ ഫിത്ന. ഈ ദുനിയാവിൽ ഫിത്നയോടെയുള്ള ജീവിതത്തേക്കാൾ, മോശമാകുന്ന ചുറ്റുവട്ടത്തിലൂടെയുള്ള ജീവിതത്തേക്കാൾ, കള്ളുകുടിച്ചും വിചരിച്ചും സിനിമ കണ്ടും സീരിയൽ ദർശിച്ചും ഹറാമായ തലത്തിലേക്ക് നോക്കിയും കണ്ടും കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും കരണീയമായത്, ഏറ്റവും നല്ലത് മരണത്തെ പുൽകലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യൻ വെറുക്കുന്ന രണ്ട് കാര്യം, ഒന്ന് മരണമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒന്ന് മരണം. മരണത്തെ വെറുക്കാത്ത ആരുമില്ല, എല്ലാവർക്കും വെറുപ്പാണ്. നമ്മുടെ ഐസിയിൽ കിടക്കാൻ, വെന്റിലേറ്ററിൽ കിടക്കാൻ, ഒരല്പസമയം ആചാരം മാറ്റി വെച്ചിട്ട് ജീവിക്കണമെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ശ്വാസം മുട്ടാണെങ്കിൽ എന്ത് പറയും? ജീവിക്കണം, 5 കൊല്ലം കൂടെ ജീവിച്ചാൽ കൊള്ളാം. ആണോ അല്ലയോ? പറയത്തില്ലേ? മരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ആർക്കും ഇഷ്ടം. ഹദീസാണ്, നബി തങ്ങൾ പറഞ്ഞ രണ്ട് കാര്യം മനുഷ്യൻ വെറുക്കും. ഒന്ന് മരണം, ഹബീബ് മുഹമ്മദ് മുസ്തഫ. രണ്ട്, ആദം സന്തതികൾ എല്ലാവരും, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഖില്ലത്തുൽ മാൽ. സമ്പത്ത് കുറയൽ മനുഷ്യന് വല്ലാത്ത വെറുപ്പാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സമ്പത്ത് കുറയുക അത് ഭയങ്കര വെറുപ്പാണ്. ആണോ അല്ലയോ? ഡെയിലി ഒരാൾക്ക് 700 രൂപയുടെ ഓട്ടോ ഓടി, അയാൾക്ക് ഓട്ടോ ഓടുന്ന ഒരു സഹോദരൻ, അള്ളാഹുർക്കൊക്കെ ബറക്കത്ത് ചുരിയുമാറാവും. ഓട്ടോ ഓടുന്ന സഹോദരങ്ങൾ പാവങ്ങളുണ്ടാവും. ഈ മജ്‌ലിസിലും നമ്മുടെ ലൈവ് കേൾക്കുന്നവരും അള്ളാഹുർക്കൊക്കെ ഖൈറ് പ്രദാനം ചെയ്യുമാറാവും. അന്നന്ന് ഓടിയിട്ട് കിട്ടുന്ന വരുമാനം കണ്ട് ചില ആളുകളുണ്ട് ഓട്ടോക്കാരോട് ഭയങ്കര കടുംപിടുത്തം പിടിക്കുന്ന ആളുകൾ. അവര് 100 രൂപയുടെ ഓട്ടോ ഓടി അവിടെ എത്തുമ്പോൾ 95 രൂപ കൊടുക്കുക, 5 രൂപ കുറയ്ക്കുക. അവിടെ കിടന്ന് വീടിന്റെ വാതിൽക്കൽ കിടന്ന് ചീത്തവിളിയും ബഹളവും. 5 രൂപയ്ക്ക് ഈ 5 രൂപയല്ല 50 രൂപ കൊണ്ടുപോയിട്ട് ലുലുമാളിൽ കൊണ്ട് കളഞ്ഞിട്ടാണ് ആചാര്യോട് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ 500, 5000, 10000 കൊണ്ട് കൊടുക്കാൻ നമുക്കൊരു കുഴപ്പമില്ല. വലിയ വലിയ കടയിലും വലിയ വലിയ സ്ഥാപനങ്ങളിലും ഡ്രസ് എടുക്കാനും ഇതെടുക്കാനും 5 രൂപയ്ക്ക് വേണ്ടി കടിപിടി കൂടുകയാണ് ചിലർ. ഭയങ്കര തള്ളും പഴും. എന്തിനാണ്? അവരും പാവങ്ങളല്ലേ, സഹോദരങ്ങളെ, ജീവനക്കാരല്ലേ, അവർക്കും ഇല്ലേ മക്കളും കുടുംബവും ഒക്കെ. എന്തിനാ ഈ വഴക്കടി? ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഡെയിലി ഒരു 700 രൂപ ഉദാഹരണം പറയാണ്, ഒരാൾക്ക് ഓട്ടോ ഓടിയിട്ട് കിട്ടി. ഡെയിലി അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. ഒരു ദിവസം അയാൾക്ക് അത് 600 ഇല്ലെങ്കിൽ 650 മാനസികമായിട്ട് വിഷമമുണ്ടോ ഇല്ലയോ? ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇതുപോലെ എല്ലാ മേഖലകളിലും ഡെയിലി ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നിശ്ചിത വരുമാനമുള്ളവൻ, അതിൽ കുറവ് വരുമ്പോൾ കച്ചവടം ചെയ്യുന്ന ആൾ, കച്ചവടക്കാരൻ, അയാൾക്കൊരു നിശ്ചിത ഡെയിലി കറക്റ്റ് ഒരു 5000 രൂപ തുക കിട്ടുന്നുണ്ടെങ്കിൽ 3000 കിട്ടുന്നുണ്ട്. അതിൽ കുറഞ്ഞ വരുമാനം ഒരു ദിവസം കുറഞ്ഞു വരുമ്പോൾ അന്നത്തെ ഒരു ദിവസം ഒരു മാനസിക വശമാണ്. കാരണം സാധാരണ ആവറേജ് ഇത്ര കിട്ടലുണ്ട്, ഇന്നിപ്പോ നല്ല കുറവായി. മനുഷ്യൻ വെറുക്കുന്ന സംഗതിയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സമ്പത്ത് കുറയുക എന്നുള്ളത്. അതുപോലെ വർഷത്തിൽ ഒരാൾ മൊത്തത്തിൽ ഒന്ന് കണക്കെടുത്ത് നോക്കി, അപ്പൊ ആ ആവറേജ് ആ വർഷത്തിൽ വളരെ കുറവാണ്. കഴിഞ്ഞ വർഷം കിട്ടിയ ഇൻകമിനേക്കാൾ വളരെ കുറവാണ് ഈ വർഷത്തിൽ. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിന് വല്ലാത്ത വിഷമമാണ്, വെറുപ്പാണത്. പൈസ കുറയാന്ന് പറയുന്നത് ഭയങ്കര വെറുപ്പ്. ആഗ്രഹിക്കല്ല വേണ്ടത്, മറിച്ച് ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാഹ് സംതൃപ്തി അടഞ്ഞ ജീവിതം, ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കാതെ റാഹത്തായ ജീവിതം എനിക്ക് തരണേ അല്ലാഹ്. എപ്പോഴും ദുആ ചെയ്യണം. കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ അതിന്റെ ഹിസാബ് അയാൾ നേരിടണം. നിസ്സാര വിഷയമല്ല. പണം കുറഞ്ഞവൻ അതിന്റെ ഹിസാബ് പറഞ്ഞാൽ മതി. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു ദുആ നബി തങ്ങൾ പഠിപ്പിച്ചു. ഏതാണത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരാളുടെ മുന്നിൽ യാചിക്കുന്നതിനെ തൊട്ട്, മറ്റൊരാളെ കൊണ്ട് ഐശ്വര്യമാകുന്നതിനെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. നിന്നിലേക്ക് മാത്രമായി കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ എനിക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹു അല്ലാത്ത മറ്റൊരാൾ
മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടി യാചിച്ച് 1,000 താണ്, 10,000 തരുമോ, 50,000 തരുമോ, ഒരു വർഷത്തേക്ക്, 6 മാസത്തേക്ക്, 4 മാസത്തേക്ക്, 1 മാസത്തേക്ക് എന്ന് പറഞ്ഞ് ആളുടെ മുന്നിൽ യാചിച്ചുകൊണ്ട് കൈ നീട്ടുന്നതിനെ തൊട്ട് എന്നെ നീ ഐശ്വര്യവാനാക്കണേ അല്ലാ. എന്തുകൊണ്ട് പണം കുറയുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, സമ്പത്ത് കുറയൽ മനുഷ്യന് വല്ലാത്ത വെറുപ്പാണ്. എന്നാൽ മനുഷ്യൻ അറിയാതെ പോകരുത്, വഖില്ലത്തുൽ മാൽ അഖല്ലു ലിൽ ഹിസാബ്. സമ്പത്ത് കുറയൽ ഹിസാബ് കുറയാൻ കാരണമാകും. ഹിസാബ് വലിയതായി കുറയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് ലോകത്തിന്റെ നായകൻ പഠിപ്പിച്ചു തരുകയാണ്, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ ഖബ്ലൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം. മുസ്ലിമീങ്ങളാകുന്ന പാവപ്പെട്ടതാകുന്ന ജനവിഭാഗങ്ങൾ സ്വർഗത്തിൽ കടന്ന് 1/2 ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷമേ പണക്കാരാകുന്ന ആളുകൾ അവരുടെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കുന്ന പാഠമാണ്, പഠിച്ചു വെക്കണ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ. അള്ളാന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാതെ, മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കാതെ, ദീനീ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാതെ, പാവപ്പെട്ട വിധവകൾ കത്താണിയാകാതെ, പാവപ്പെട്ടതാകുന്ന യതീം മക്കളുടെ തലയിൽ തൊരാതെ, അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ സാമ്പത്തികമായത് നൽകാതെ പിടിച്ചു വെക്കുന്നവരെ, സമ്പത്ത് കൊണ്ട് എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ, സമ്പത്തിന് വേണ്ടി തേടുന്നവരെ, സമ്പത്ത് എനിക്ക് ഒരുപാട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരെ, നാട്ടിലുള്ള വലിയ സമ്പന്നതയുടെ അടിത്തട്ടിൽ വിരാജിക്കുന്നവരെ കണ്ടിട്ട് എനിക്കും അതുപോലെ ആകണമെന്ന് ചിന്തിക്കുന്നവരെ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാ. പണമുള്ള ആളുകൾക്ക് വലിയ ഹിസാബാണ്, ഹിസാബാണ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ അൽ ജന്ന ഖബ്ലൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം. പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അവരുടെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തി 1/2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പണക്കാരാകുന്ന ആളുകളുടെ വിചാരണ നടക്കുകയുള്ളൂ. അവരത് കഴിഞ്ഞിട്ടേ അവർ ഹിസാബ് പറഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് സ്വർഗത്തിൽ കടക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി ആദരവായ പ്രവാചകനെ പറയുകയാണ്, സ്വഹാബാ, നിസാരമല്ല കാര്യം, നിസാരമല്ല. എന്താ പറഞ്ഞത്? പാവപ്പെട്ടവരും പണക്കാരും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം മഹേശ്വറി. ആദ്യം ആരെ വിളിക്കും? പണക്കാരായ പാവപ്പെട്ടവൻ വരട്ടെ, പാവപ്പെട്ടവനും അവരെ വിളിച്ചിട്ട് പാവപ്പെട്ടവരുടെ വിചാരണ ആദ്യം നടക്കും. യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീന ഖബ്ലൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം. മഹ്ശറയിലെ വേഗം വിചാരണ നടക്കുന്ന ആരുടെയാണ്? പാവപ്പെട്ടവന്റെ. ചെറിയ കണക്കുകൾ, ചെറിയ മലക്കളോട് അവരെ വേഗം വേഗം ഹിസാബ് നടത്തിയിട്ട് വേഗം കേട്ടു. പണക്കാരായ ആളുകൾ ഇടയിൽ കൂടെ വലിയ കയറാൻ നിൽക്കുമ്പോ, അജയരെ ഇത് പൊതി വാങ്ങുന്ന പോലെയല്ല, ഇവിടെ നിൽക്കുക മലക്കുകള്, ഇവിടെ നിൽക്കുക കേട്ടോ, അവിടെ പൊതി നേരത്തെ നിങ്ങൾക്കായിരുന്നു, ഇവിടെ ഇടി നിങ്ങൾക്കാണ്, വൈകി പോവാ. പണക്കാരായ ആളുകളെ പിടിച്ചു നിർത്തും. എന്നിട്ട് അവരുടെ ഹിസാബ് ഉണ്ട്, 1/2 ദിവസം കൂടി കഴിയും. ആർക്ക് മുമ്പ്? പണക്കാരായ ആളുകൾ കടക്കണമെങ്കിൽ ആര് കഴിഞ്ഞിട്ട് 1/2 ദിവസം കൂടി കഴിയും? പാവപ്പെട്ടവർ മുഴുവൻ ആളുകളും സ്വർഗത്തിലെത്തി 1/2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ ആരെ കടത്തുള്ളൂ? പണക്കാരെ കടത്തു. 1/2 ദിവസം. ഇവിടെ ബീവറേജിന്റെ മുന്നിലൊക്കെ ഞങ്ങള് 3-4 മണിക്കൂർ 12 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കുന്ന ഞങ്ങളോടാണ് മഹേശ്വര. അത് മനസ്സിലാക്കേണ്ടത് ഒന്ന് മഹേശ്വരയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇവിടെ ബീവറേജിന്റെ മുന്നിൽ കാറ്റുകൊണ്ട് നിൽക്കുന്ന പോലെ അല്ല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഒന്ന്. രണ്ടാമത് 1/2 ദിവസം എന്ന് പറഞ്ഞത് ദുനിയാവിലെ 1/2 ദിവസം അല്ല, അതാണ് പണിയിട്ട്. എവിടുത്തെ 1/2 ദിവസം? മഹേശ്വരയിൽ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മഹേശ്വരയിൽ എത്ര ദിവസമാണ് അവിടെ? 1 ദിവസം എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ് കണക്ക്? 50,000 എന്ന് ഖുർആനിൽ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, വേറൊരിടത്ത് 1000 എന്ന് പറഞ്ഞിട്ടുണ്ട്. പടച്ചോൻ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാർ.
രണ്ടും പറഞ്ഞിട്ടുണ്ട്. സഅല സായിലും ബിഅദാബിൻ വാഖിഅ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ മിനല്ലാഹി ദിൽ മആരിജ് തഅറുജുൽ മലായികതു വർ-റൂഹു ഇലൈഹി ഫീ യൗമിൻ كان مقداره 50,000 سنة. മഹ്ശർ എന്ന് പറയുന്നത് 50,000 വർഷമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. في يوم كان مقداره 50,000 سنة. എത്രയാണ് പറയും? 50,000 വർഷമാണ് മഹ്ശർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നേരെ പകുതിയാകുമ്പോ എത്രയായി? 25,000 വർഷം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതൊന്നും ഇല്ല എന്നാ ആയിക്കോട്ടെ, അത് മാറ്റി വെക്കും. വേറൊരായത്ത് وَإِنَّ يَوْمًا عِندَ رَبِّكَ كَأَلْفِ سَنَةٍ مِّمَّا تَعُدُّونَ. ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിൽ ഒരു ദിവസത്തെ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുകയാണ് എങ്കിൽ കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. ദുനിയാവിലെ 1000 വർഷമാണ് ആഖിറത്തിലെ ഒരു ദിവസമെന്ന് വിശുദ്ധമായ ഖുർആൻ. ദുനിയാവിലെ എത്ര വർഷം? 1000 വർഷം ആഖിറത്തിലെ ഒരു ദിവസം. ഖുർആനാണ്, രണ്ടും ഖുർആനാണ്. ഏറ്റവും കുറഞ്ഞത് എടുക്കും, മറ്റേതോടെ മാറ്റി വെക്കാം. നമുക്ക് അങ്ങനെയാണ് എപ്പോഴും. മുസ്ലിമീങ്ങളെ പേടിപ്പിക്കുകയും വേണ്ട, ഭയപ്പെടുത്തുകയും വേണ്ട, എന്ത് ചെയ്തോ ഇടങ്ങേറാക്കുകയും വേണ്ട. 1000 എടുക്കും. എന്നാലും എത്രയാണ്? നേരെ പകുതിയാകുമ്പോ എത്രയാണ്? 500 വർഷം. ശരിക്കും ശ്രദ്ധിക്കണേ, ദുനിയാവിലെ 500 വർഷം കഴിഞ്ഞേ പാവപ്പെട്ടവൻ സ്വർഗത്തിലെത്തി പണക്കാരായ ആളുകൾ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അത് തന്നെ വിചാരണ ശരിക്കാവണം. അജിയാലെ കഞ്ചാവിന് കൊടുത്താണ് ഇത് വെള്ളം അടിക്കാൻ ഗാനമേളയ്ക്ക് കൊടുത്ത് നിങ്ങൾ കൊടുത്ത കാശല്ലേ? അവിടെ നിൽക്കട്ടാ, അതിന് കുറച്ചും കൂടെ പണിയുണ്ട്. അതിനെല്ലാം ഇടി കിട്ടാണ്ട്, അത് കഴിഞ്ഞിട്ട് കയറാം സ്വർഗത്തിൽ. സ്വർഗത്തിൽ കയറുന്നത് ആരാ? ഈ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ കയറുന്നത് ആരാ? കയറുന്നതെന്ന് പറഞ്ഞ ആരാണ്? അവര് കണക്ക് പക്കായവര്. അവര് ദീനിനെ സഹായിച്ചിട്ടുണ്ട്, പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്, മദ്രസയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ദീനി സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. മോശമാകുന്ന ഒരു തലത്തിലേക്ക് തന്റെ ശരീരമോ തന്റെ സമ്പത്തോ കൊണ്ടുപോകാത്തവരാണ്. അത്തരത്തിലുള്ള ആളുകൾ പാവപ്പെട്ടവർ സ്വർഗത്തിൽ കടന്ന് അര ദിവസം കൂടി കഴിയുമ്പോ 500 വർഷം കൂടി കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് കടക്കാം. ഹബീബ് മുഹമ്മദ് മുസ്തഫ 500 വർഷം നിൽക്കണം. എന്തിന്റെ പേരിൽ? ഈ ദുനിയാവിലാകെ 50 കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ. അതിന്റെ ഹിസാബ് പറയാനായി നിൽക്കുന്നത്. അതുകൂടി മനസ്സിലാക്കണം. ഇവിടെ എത്ര നാൾ ജീവിച്ചാച്ചാല്? 60 കൊല്ലം, 70 കൊല്ലം, 80 കൊല്ലം, 90 കൊല്ലം, 100 ആയിക്കോട്ടെ, 100 കൊല്ലം. ഈ 100 കൊല്ലത്തെ ആയുസ്സിൽ കിട്ടിയ സമ്പത്തിന്റെ വിചാരണ പറയാൻ, സമ്പത്ത് കൂടിയതിന്റെ പേരിൽ മഹ്ശറിൽ എത്ര നാൾ നിൽക്കണം? 500 വർഷം ചുരുങ്ങിയത് നിൽക്കണം. എവിടെ? മഹ്ശറിൽ. സൂര്യൻ എവിടെയാ? തലയ്ക്ക് മീതെ. നരകം എവിടെയാ? തൊട്ടു മുന്നിൽ. അതാണ് മഹ്ശർ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇനി ചിന്തിക്കൽ, സമ്പത്ത് അധികമായി വേണോ വേണ്ടയോ എന്നുള്ളത് ഇനി ചിന്തിക്കും. ഇനി ചിന്തിക്കുക നിങ്ങൾ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമിൻഹും മൻ യൽജിമുഹുൽ അറഖു ഇൽജാമാ. ചിലർ വിയർപ്പിനാൽ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്, പ്രയാസപ്പെടുകയാണ്. വിയർപ്പിൽ മുങ്ങിക്കുളിക്കുമേ കത്തിച്ചൊലിക്കുന്നതാകുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തുന്ന ഘട്ടം, കത്തിയാളുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്ന ഘട്ടമാണ് മഹ്ശറ. വല്ലാത്ത പ്രയാസമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ചിലർ മുട്ടുവരെ വിയർപ്പിൽ മുങ്ങുകയാണ്, ചിലർ അരവരെ വിയർപ്പിൽ മുങ്ങുകയാണ്, ചിലർ തോൾ വരെ വിയർപ്പിൽ മുങ്ങുകയാണ്, ചിലർ അവരുടെ വായിൽ വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ പ്രയാസപ്പെടുകയാണ്, വല്ലാതെ ചൂടുകൊണ്ട് പ്രയാസപ്പെടുകയാണ്. നഊദു ബില്ലാഹ്.
നിറത്തം പണക്കാരായ വ്യക്തികളെ, ഈ ദുനിയാവിൽ കള്ളുകുടിച്ച് നടന്നവരെ, പണം കൊണ്ട് ഹറാമായ വിചാരശാലകളിലേക്ക് പോയവരെ, പണം കൊണ്ട് പേക്കൂത്തുകൾ കടിമപ്പെട്ടവരെ, പണത്തിൻ കൊണ്ട് തന്റെ പ്രിയപ്പെട്ട മകളുടെ വിവാഹം ജനങ്ങൾക്ക് മുന്നിൽ കെങ്കേമമായി നടത്തണമെന്ന് ആഗ്രഹിച്ചവരെ, അത്തരത്തിൽ പണത്തിന്റെ പെരുപ്പം കൊണ്ട് സമൂഹത്തിൽ വലിയ ഉന്നതമാകുന്ന വീട് വെച്ചുകൊണ്ട് വാഴുന്നവരെ, ആഖിറത്തിൽ വലിയ ഹിസാബാ. യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീന ഖബലൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം വഹിയ 500 പാവപ്പെട്ടതാകുന്ന ജനകോടികൾ അവരുടേതാകുന്ന സമ്പത്തിന്റെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ കടന്ന് അര ദിവസം കൂടി കഴിഞ്ഞിട്ട്, അഥവാ 500 വർഷം കൂടി മഹ്ശറിൽ കത്തിച്ചിരിക്കുന്ന സൂര്യൻ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്ത് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് നിലകൊണ്ട് 500 വർഷങ്ങൾക്ക് ശേഷം വിചാരണ കൃത്യമായാൽ മാത്രമാണ് ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ കടക്കാൻ പറ്റൂ. പണക്കാരായ വ്യക്തികളെ അല്ലാഹു സ്വർഗത്തിൽ കടത്തൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും. അതുകൊണ്ട് സമ്പത്ത് അധികരിക്കുന്നതിന് വേണ്ടി തേടണ്ട. ഹലാലായ സമ്പാദ്യം നമുക്ക് വേണം. അത് ഉള്ളതനുസരിച്ച് എന്തുകൂടി ചെയ്തുകൊണ്ടിരിക്കണം. ഒരു സൈഡിൽ ദീനിന് കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ഇത് ആര് നൽകിയ സമ്പത്താ? ആര് നൽകിയതാണ്? അല്ലാഹു നൽകിയ. ആ വിശ്വാസം വേണം. അത് നമുക്കില്ല. ഇഅ്തിഖാദ് നഷ്ടപ്പെട്ടു പോയി. കാരണം ഖുർആനിൽ കൊടുക്കാൻ പറഞ്ഞ മുഴുവൻ സ്ഥലങ്ങളിലും അല്ലാഹു പറഞ്ഞത് വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും. നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം. റസഖ്നാ, നാം നൽകിയത്. വേറെ ഒരു സ്ഥലത്തും അല്ലാഹു പറഞ്ഞിട്ടില്ല. സമ്പത്ത് കൊടുക്കാൻ പറഞ്ഞ മുഴുവൻ സ്ഥലങ്ങളിലും അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ വാക്ക്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും من قبل أن يأتي أحدكم الموت. മരണം ആസന്നമാകുന്നതിന് മുമ്പ്, തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്നതിന് മുമ്പ് അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട്, പെങ്ങളെ നിന്റെ ആത്മാവിനെ വേർപെടുത്തുന്നതിന് മുമ്പ്, ചെറുപ്പക്കാരാ നിന്റെ ആത്മാവിനെ വേർപെടുത്തുന്നതിന് മുമ്പ് നീ ദീനിന് വേണ്ടി കൊടുക്കണേ. എന്നിട്ടോ അങ്ങനെ കൊടുക്കാത്ത ചില ആളുകൾ എത്ര വാല് കേട്ടാലും, എത്ര സമുദേശങ്ങൾ കേട്ടാലും, എത്ര ഖുർആനിന്റെ വചനങ്ങൾ കേട്ടാലും, ഏതെല്ലാം ഹദീസുകളുടെ വചനങ്ങൾ കേട്ടാലും തൃണവൽഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ അവസാനം തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്ന സമയത്ത് അവർ വിളിച്ചു പറയുകയാണ് അല്ലാഹുവേ എന്നെ ഒന്ന് തിരിച്ചു വിടണേ അല്ലാഹ്, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അടുത്ത ഒരു അവധിയിലേക്ക് എന്നെ ഒന്ന് പിന്തിക്കണേ അല്ലാഹ്. ഒരു 10 ദിവസം കൂടി എനിക്ക് ഈ ദുനിയാവിൽ ഒന്ന് കഴിയാനുള്ള അവസരം നൽകണേ അല്ലാഹ്. അസ്രായീൽ അലൈഹിസ്സലാമും കൂട്ടാളികളും തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തിക്കുന്ന സമയത്ത് മനുഷ്യരാകുന്ന ജനവിഭാഗം ലോകത്തോട് വിളിച്ചു പറയുന്ന രംഗം അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. കാരണം ഈ ദുനിയാവിൽ സമ്പത്ത് കൊണ്ടവൻ ദീനിനെ സഹായിച്ചവനല്ല, ദുനിയാവിന്റെ ആലസ്യതയിൽ മുഴുകി ജീവിച്ചവനാണ്. അവൻ പോകാത്ത പാർക്കുകളില്ല, അവൻ പോകാത്ത മാളുകളില്ല, അവൻ പോകാത്ത ബീച്ച് റോഡുകളില്ല, അവൻ പോയി നിരങ്ങാത്ത ഒരു സിനിമാ തിയേറ്ററുമില്ല. എല്ലാ മോശപ്പെട്ട ഗാനമേളകൾക്കും പോയി, എല്ലാ മോശപ്പെട്ടതാകുന്ന വേശ്യാലയങ്ങളിലേക്കും പോയി, തന്റെ ഇഷ്ടത്തിന് തങ്ങുന്ന ഇംഗിതത്തിന് ഭക്ഷണം വാങ്ങി കഴിച്ചവനാ, അന്യപെണ്ണമായി കിടപ്പറ പങ്കിട്ടുകൊണ്ട് നടന്നവനാണ്, സമ്പത്ത് ഹറാമായ മേഖലകളിൽ ചൂഷണം ചെയ്തവനാണ്. അവന്റെ ആത്മാവിനെ വേർപെടുത്തുന്ന സമയം അവന് മനസ്സിലായി തിരിച്ചു പോക്കില്ല, ഇനി ഒരു മടക്കമില്ല എന്ന് മനസ്സിലായപ്പോ അവൻ മലക്കുകളോട് കെഞ്ചുകയാണ്. അവൻ പടച്ചറപ്പിന്റെ മുമ്പാകെ വിളിച്ചു പറയുകയാണ്, അല്ലാ എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കണേ അല്ലാ, ഞാനൊന്ന് സദഖ കൊടുത്തിട്ട് വരാം അല്ലാ. കാരണം ഈ ദുനിയാവിൽ അവൻ വീഴ്ച വരുത്തിയത് ഒരേ ഒരു കാര്യത്തിലേ ഉള്ളൂ. ഇരിക്കുന്ന സഹോദരങ്ങളെല്ലാം നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ വേണ്ടി ചോദിക്കുമ്പോ ചിലപ്പോൾ മുഖം തിരിച്ച് കളഞ്ഞവരുണ്ട്. അതുകൊണ്ട് മരണാസന്ന വേളയിൽ അവർ വിളിച്ചു പറയും, അല്ലാ എന്നെയൊന്ന് ദുനിയാവിലേക്കൊന്ന് മടക്കണേ അല്ലാ.
2 റക്അത്ത് നിസ്കരിക്കാനല്ല, റമദാനിലെ നോമ്പ് പിടിക്കാനല്ല. കാരണം അതൊക്കെ കൃത്യമായി ചെയ്തവനാണ്. വീഴ്ച വന്നു പോയത് സദഖയുടെ വിഷയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ അക്കമിട്ട് അടിവരയിട്ടുകൊണ്ട് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. മരണത്തെ മുഖാമുഖം കാണുന്നവൻ, മരണത്തിന്റെ മുന്നിൽ അസ്റായീലിന്റെ മുന്നിൽ പകച്ചു നിന്ന് പോകുന്നവൻ, അവൻ വിളിച്ചു പറയുന്നത് അല്ലാഹ് എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കണം, ഞാനൊന്ന് സദഖ നൽകിയിട്ട് വരാം അല്ലാഹ്. പക്ഷേ മടക്കൂല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖൈലുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, മലക്കുകളെ വേണ്ടവനെ ദുനിയാവിലേക്ക് തിരിച്ചു വിടരുത്, ഇനി ഒരു 10 സെക്കൻഡ് പോലും അവനെ അവശേഷിപ്പിക്കരുത്. എത്രയോ വാഴ പറയുന്ന ഉസ്താദുമാർ അവന്റെ നാട്ടിൽ വന്ന കർണപുടങ്ങൾ അറിയൊരു കൊള്ളുന്ന നിലയ്ക്ക് എത്രയോ പ്രാവശ്യം അവന് സതുപദേശം കൊടുത്തവനാണ്. വാഴ കേൾക്കാതെ ഒരു കാത് കൊണ്ട് കേട്ട് മറുകാതിലൂടെ കടത്തിവിട്ടവനാണ്. ആ ഉപദേശം കൊണ്ട് ഗുണപാഠം സ്വീകരിക്കാത്തവനാണ്. ഖുർആൻ ഓതാതെ നിലകൊണ്ടവനാണ്. നോമ്പ് പിടിക്കാതെ നിലകൊണ്ടവനാണ്. സകാത്ത് കൊടുക്കാതെ നിലകൊണ്ടവനാണ്. പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിലകൊണ്ടവനാ. നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കാതെ നിലകൊണ്ടവനാണ്. ഒരൊറ്റ സദഖ കൊണ്ട് ഒരു മനുഷ്യനൊരു ഗുണം ചെയ്തിട്ടില്ല. ഒരു പാവപ്പെട്ട വിധവകളാകുന്ന പെൺകുട്ടികളെയും അവന്റെ സമ്പത്ത് കൊണ്ട് ഇന്നേ വരെ കെട്ടിച്ചയച്ചിട്ടില്ല. ഇന്നേരെ പാവപ്പെട്ടതാകുന്ന ഒരൊറ്റ പെൺകുട്ടികൾക്കും ജീവിതം കൊടുക്കാം അവന്റെ സമ്പത്ത് കൊണ്ട് സഹായമായിട്ടില്ല. അവന്റെ സമ്പത്ത് കൊണ്ട് പള്ളിയുടെ ഒരു മുസല്ല പോലും പിരിക്കാൻ പറ്റിയിട്ടില്ല. എത്രയോ നാളുകളാണ് തകർന്നടിഞ്ഞ പള്ളികളെന്ന പുനരുദ്ധാരണത്തിന് വേണ്ടി പറയുമ്പോ മടിച്ച് പിറകോട്ട് നിന്നവനാണ് അവന്. അതുകൊണ്ട് അവനെ തിരിച്ചുവിടല്ലേ, അവന് ദുനിയാവിലേക്ക് വിടല്ലേ. അവൻ ദുനിയാവിന് ഭാരമാണ്, ഭൂമിക്ക് ഭാരമാണ്, ഈ ആകാശത്തിന് ഭാരമാണ്. ഈ ഭൂമിയിലുള്ള സർവവൃക്ഷലതാദികൾ, സസ്യലതാദികൾ, എല്ലാ ജീവജാലങ്ങൾക്കും അവൻ ഭാരമാണ്. മലക്കുകളെ അവനെ പിടിക്കണേ. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖൈലുഹാ. എന്നെ ഒന്ന് ദുനിയാവിലേക്ക് മടക്ക്, ഞാൻ സുഹൃതം ചെയ്യാ, ഞാൻ പാപങ്ങളുടെ കണ്ണീരപ്പാ, ഞാൻ പള്ളിക്ക് കൊടുക്കാം, മദ്രസയ്ക്ക് കൊടുക്കാമെന്ന് ഈ മരണത്തിന്റെ വേളയിൽ വെച്ചുകൊണ്ടുള്ളവന്റെ പറച്ചിലില്ലേ, അത് കേവലം ഒരു വാക്ക് മാത്രമാണ്. അവനെ പറഞ്ഞു വിടരുതേ, മടക്കി വിടരുതേ എന്ന് അല്ലാഹു മലക്കുകളോട് പറയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ.